എടപ്പാൾ നടുവട്ടം താന്നിക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പും സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടത്തി. താന്നിക്കുന്ന് കുട്ടത്ത് ഗോപാലിന്റെ വീട്ടിൽ വെച്ച് എടപ്പാൾ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് താന്നിക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പും സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം വട്ടംകുളം പഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പർ KP റാബിയ നിർവഹിച്ചു. ബോധവൽക്കരണ ക്ലാസ്സിന് വിമുക്തി കോർഡിനേറ്ററും എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുമായ PP പ്രമോദ് നേതൃത്വം നൽകി. പേരൊന്നും പറയുന്നില്ല, പലരും വിളിക്കാറില്ല, അത് നമ്മൾ വെളിപ്പെടുത്താറില്ല, ആരെയും വെളിപ്പെടുത്താം. അപ്പൊ ആരും അറിയുന്നില്ല, നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. ആ വിളിക്കുന്ന ആളും അതിന് ഉപയോഗപ്പെടുന്ന സംഭവം അവരെ അതിനെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ. ചിലപ്പോൾ 14 ദിവസം അവിടെ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ 10 ദിവസം കിടക്കേണ്ടി വരും. ഒപ്പം നിൽക്കാൻ ഒരാൾ കൂടി വേണ്ടു. 5 പൈസ ചെലവില്ല, ഭക്ഷണം മറ്റെല്ലാ കാര്യം അവിടുന്ന് കിട്ടും. ഇതാണ് സംവിധാനം. അപ്പോൾ ഇങ്ങനത്തെ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. അതേപോലെ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രദേശത്ത് ഈ ലഹരി വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഉപയോഗിക്കപ്പെടുന്ന സെന്ററുകൾ, കുട്ടികൾ കൂടിയിരിക്കുന്ന സെന്ററുകൾ ഉണ്ടെങ്കിൽ അതിന് പിന്നെന്താണ് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ അറിയിക്കുക. ആ അറിയിക്കാൻ ചിലവർക്ക് അടുത്തുള്ള ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യണം, ആരെങ്കിലും എങ്ങനെയെങ്കിലും പുറത്തു പോകുമോ എന്നൊരു പേടിയുണ്ടാവും. അപ്പോ അതിന് വിളിക്കേണ്ട സെൻട്രലൈസ്ഡ് നമ്പർ ഉണ്ട്, തിരുവനന്തപുരത്തെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്ക് പോലും ആരാ വിളിക്കുന്നത്, ആ മൊബൈലിൽ നിന്നാണെങ്കിൽ പോലും ആ നമ്പർ ആരെയെന്ന് അവിടെ കാണില്ല. നമ്മൾ പറയേണ്ടത് ഞാൻ ഇന്ന ജില്ലയിൽ നിന്ന്, ജില്ല പറയണം, തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ജില്ല പറയണം, താലൂക്ക് പറയാ, വില്ലേജ് പറയാ, പ്രദേശം. പൂവിളി രക്ഷാധികാരി മനോജ് കുട്ടത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് KP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സുജാത, M നടരാജൻ, VK രാജു, K രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ.